സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ചരിത്രമേറെ ഉറങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ മെക്ക എന്നറിയപ്പെടുന്ന മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത്. വാങ്കഡെ എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുക 2011 ലോകകപ്പ് ആ ഫൈനലും, ഒപ്പം തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ ഒരു സിക്സും, ഒപ്പം തന്നെ രവി ശാസ്ത്രിയുടെ ഗംഭീരമായ ആ കമൻട്രി കൂടിയായിരിക്കും. നമുക്കറിയാം, ധോണി ഫിനിഷ് ഓഫ് ഹിസ് സ്റ്റൈൽ, എ മാഗ്നിഫിഷ്യൻറ്റ് സ്ട്രൈക്ക് ഇൻ ദ ക്രൗഡ്, ഇന്ത്യ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ് ആഫ്റ്റർ 28 years, പാർട്ടി ബിഗിൻസ്. ആ ഒരു മൂഡിൽ തന്നെയാണ്, ആ ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 2020 ലോകകപ്പിലെ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ഉദ്ഘാടന മത്സരം നമുക്കറിയാം. ഇന്ത്യയും USA തമ്മിലുള്ള ആദ്യ മത്സരം ഈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. ആ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൻ്റെ പരിശീലന സെഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയാണ് ആദ്യം പരിശീലനത്തിന് നീങ്ങിയത്. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂർ സമയമാണ് ഇന്ത്യ പരിശീലനത്തിന് നീങ്ങിയത്. ആ പരിശീലന സെഷനിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയാനുണ്ടായിരുന്നത്, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയമുണ്ടാകും, സഞ്ജു പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ടാകുമോ, ആരൊക്കെയായിരിക്കും പരിശീലന സെഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവുക, ബാറ്റിങ്ങിൽ നെറ്റ്സിൽ കൂടുതൽ സമയം ആരാണ് ചിലവഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് വ്യക്തമാക്കാം. സഞ്ജു സാംസൺ ബാറ്റിംഗ് പരിശീലനത്തിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആദ്യം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ USA ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അതിന് തൊട്ട് മുന്നോടിയായി നടന്ന, അതായത് ഇന്ത്യയുടെ പരിശീലന സെഷൻ തൊട്ട് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷന്റെ കാര്യം എടുത്തു പറയുകയും ചെയ്തു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലും ഏറ്റവും മികച്ച പ്രകടനമാണ് ഇഷാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. मुश्ताक अली ट्रॉफी जो T20 होती है हमारी, उसमें भी उसने ऐसा ही बैटिंग किया था. उसने सेम चीज आके यहाँ पे कैरी किया. जैसे ओपन या 3 नंबर पे उसको अपॉर्चुनिटी मिला एंड कल वार्म अप गेम में उसने ओपन किया. तो मैं उम्मीद करता हूँ कि वो ऐसे ही बैटिंग करे. जो भी पोजीशन पे वो खेले, 3 से नीचे तो खेलेगा नहीं, बट लेकिन वो अपॉर्चुनिटी जो भी आएगी उसको वो ऐसे ही बैटिंग करे. അതുകൊണ്ട് തന്നെയാണ് ഇഷാനെ ഇപ്പോൾ ഓപ്പണറാക്കി 2 സന്നാഹ മത്സരത്തിലും കളിപ്പിച്ചത് എന്നുള്ളതാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ USA ഒരു മത്സരത്തിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. മാത്രമല്ല, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്നുള്ളത് ഒരു ഓവർ റേറ്റഡ് സംഭവം എന്നായിരുന്നു സൂര്യകുമാർ യാദവ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അത്തരം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനുകളിലേക്കൊന്നും ഇന്ത്യ കടക്കില്ല. ലെഫ്റ്റികളായ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തന്നെയായിരിക്കും ഇന്ത്യൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. ഒപ്പം തന്നെ 3-ാം നമ്പറിൽ തിലക് വർമ്മ എത്തുന്നതാണ്. തിലക് നമുക്കറിയാം, പരിക്കിനെ തുടർന്ന് ന്യൂസിലൻഡ് സീരീസ് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. എന്നാൽ സന്നാഹ മത്സരത്തിൽ തിരിച്ചു വന്ന അദ്ദേഹം 2 മത്സരത്തിലും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച സ്ട്രൈക്കോടുകൂടിയായിരുന്നു തിലക് വർമ്മയുടെ പ്രകടനം. ഒപ്പം തന്നെ 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ വരും. സൂര്യ മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചത്. കുറച്ച് നാളായി, ഏകദേശം 2 വർഷത്തോളമായി ഔട്ട് ഓഫ് ടച്ച് ആയിരുന്ന സൂര്യകുമാർ യാദവ് ന്യൂസിലൻഡിനെതിരായ സീരീസിൽ ഏറ്റവും മികച്ച പ്രകടനത്തോടു കൂടി തന്നെ തൻ്റെ റിതം വീണ്ടെടുത്തിരിക്കുന്നു. തൻ്റെ എല്ലാവിധ സ്വീപ്പ് ഉൾപ്പെടെയുള്ള മിസ്റ്റർ 360 ഡിഗ്രി എന്ന തൻ്റെ വെളിപ്പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയാണ് സൂര്യ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതിൽ തന്നെ 5 മത്സരങ്ങളിൽ നിന്ന് 241 റൺസാണ് സൂര്യ സ്വന്തമാക്കിയത്. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ 5 മത്സരങ്ങളാണ് ഈ ഒരു T20 പരമ്പരയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് ആണ് അദ്ദേഹം ഈ ഒരു 5 മത്സര പരമ്പരയിൽ സ്വന്തമാക്കിയത്. സൂര്യയുടെ ഫോം ഇന്ത്യക്ക് നൽകുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഫിനിഷിങ്ങിൽ നമുക്ക് വേറെ ആശങ്കകളൊന്നുമില്ല. ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും അടക്കമുള്ള താരങ്ങൾ, ശിവൻ ദുബെ അടക്കമുള്ള താരങ്ങൾ, വെടിക്കെട്ട് താരങ്ങൾ ഇന്ത്യക്കുണ്ട്. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോഴും നമ്പർ 1 ബോളറായ വരുൺ ചക്രവർത്തി, ഒപ്പം തന്നെ അക്ഷർ പട്ടേൽ, പേസ് വിഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഹാർദിക് പാണ്ഡ്യയോട് എറിയാനുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രീമിയം ബോളറായ ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗുമുണ്ട്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത്, ബൗളിങ്ങിൽ ചെറിയൊരു ആശങ്ക എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി സന്നാഹം ഉൾപ്പെടെ ജസ്പ്രീത് ബുംറ കുറച്ചധികം റൺസ് വഴങ്ങുന്നു എന്നുള്ളൊരു ആശങ്ക ഇന്ത്യക്കുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ പ്രീമിയം ബോളറാണ്. നിർണായക ടൂർണമെൻറ്റിൽ, ലോകകപ്പിൽ അദ്ദേഹം അതിശക്തമായ തിരിച്ചുവരവ് തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇപ്പം ഇന്നത്തെ ഈ ഒരു ഇന്ത്യയുടെ പരിശീലന സെഷനിലേക്ക് നോക്കുമ്പോൾ, ഇഷാൻ കിഷനും ഒപ്പം തന്നെ റിങ്കു സിംഗും ആണ് ആദ്യം, ശിവൻ ദുബെയുമാണ് ആദ്യം നെറ്റ്സിൽ പരിശീലനത്തിന് ഇറങ്ങിയത്. അതിൽ തന്നെ ഏറെ നേരം പരിശീലിച്ചത് റിങ്കു സിംഗ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ വാലറ്റത്ത് പരീക്ഷിക്കുക റിങ്കു സിംഗിനെ തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. പിന്നീട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയുമാണ് ഏറെ നേരം നെറ്റ്സിൽ പരിശീലിച്ചത്. എന്തായാലും ഇന്ത്യയുടെ പരിശീലന സെഷൻ മികച്ച രീതിയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മികച്ച ഒരു വിജയത്തോടു കൂടി തന്നെ
ലോകകപ്പിൽ ഒരു ആത്മവിശ്വാസത്തോടെ തുടങ്ങാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. എന്നാൽ എതിരാളികളെ ഇന്ത്യൻ നായകൻ എഴുതിത്തള്ളുന്നില്ല. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് ഇന്ത്യ താരതമ്യേന എളുപ്പമുള്ള ഗ്രൂപ്പിലാണല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. പാകിസ്ഥാൻ മാത്രമല്ലേ ടീമിലെ ഗ്രൂപ്പിലെ ടഫ് ടീം എന്നുള്ള ചോദ്യത്തിന് ഈ ലോകകപ്പിലെത്തുന്ന 20 ടീമുകളും മികച്ച ടീമുകൾ തന്നെയാണ്. എല്ലാ ടീമുകൾക്കെതിരെയും പ്രത്യേക പ്ലാനുണ്ട്. ഒരു ടീമിനെയും എഴുതിത്തള്ളാനില്ലെന്നുള്ള ഒരു കാര്യമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു സിമ്പിളായിട്ടായിരിക്കില്ല ഇന്ത്യ മത്സരങ്ങൾ എടുക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കാം. മാത്രമല്ല USA മികച്ച രീതിയിൽ തന്നെയാണ് ടൂർണമെൻറ്റിലുടനീളം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സന്നാഹ മത്സരത്തിലേക്ക് വരുമ്പോൾ 2 മത്സരത്തിലും അവർ 200-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ തന്നെ ഒന്ന് ഇന്ത്യക്കെതിരെയും ഒന്ന് ന്യൂസിലാൻഡിനെതിരെയുമായിരുന്നു. ന്യൂസിലാൻഡിനെതിരെ 107 റൺസ് ന്യൂസിലാൻഡ് എടുത്തെങ്കിലും വെറും 6 റൺസിന് മാത്രമാണ് USA പരാജയപ്പെട്ടതെന്നുള്ളത് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഇന്ത്യൻ വംശജർ ഏറെ നിറഞ്ഞൊരു ടീമാണ് USA. അവരുടെ ക്യാപ്റ്റൻ മൊനാങ് പട്ടേലും മെയിൻ ബൗളറായ നേത്രാൽക്കർ അടക്കമുള്ള താരങ്ങൾ ഇന്ത്യൻ വംശജരാണ്. 11-ലെ 11 പേരിൽ 9 ഇന്ത്യൻ വംശജരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി USA ടീമിലുണ്ട്. എന്തായാലും ഒരു മികച്ച ഫൈറ്റ് തന്നെ USA നൽകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ത്യയുടെ നിലവിലെ ഫോമിൽ ആർക്കും സംശയമില്ല, ആശങ്കയില്ല. കാരണം ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ട് ഒരു പരമ്പര പോലും സൂര്യകുമാർ യാദവ് പരാജയപ്പെട്ടിട്ടില്ല ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്. അത്തരത്തിൽ 75-ന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പും ഇന്ത്യ അനായാസമായിട്ട് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കി കിരീടം നിലനിർത്തുമെന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഒരു ടീമും ഇതുവരെ ലോകകപ്പ് നിലനിർത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഇവിടെ മുന്നിലുണ്ട്. മാത്രമല്ല ആതിഥേയരായ ഒരു രാജ്യം ഇതുവരെ ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്തുതന്നെയായാലും ഈ 2 വസ്തുതകളും മറികടന്നുകൊണ്ട് സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ലോകകപ്പ് കിരീടം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലന സെഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് USA ടീം പരിശീലനം നടത്തുക. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ശരത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ.